നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റൺ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. തുറമുഖത്തിൻ്റെ പ്രവർത്തനം ഒരു ഫുൾ സ്വിങ്ങിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. പക്ഷേ കേരളത്തിൻ്റെ ഈ വലിയ ഒരു കുതിച്ചുചാട്ടത്തിന് കേരളത്തിന് കരുത്ത് പകരുന്ന ഈ ഒരു തുറമുഖ പദ്ധതി വരുമ്പോൾ അതോടൊപ്പം തന്നെ വലിയ തോതിൽ പല രീതിയിലുള്ള വിവാദങ്ങളും കൊഴുക്കുകയാണ്. ഇപ്പോൾ തുറമുഖത്തിൻ്റെ പിതൃത്വം ആർക്കാണ്, മാതൃത്വം ആർക്ക് നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ ചർച്ചകൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. അതിനെ കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ന്യൂസ് ചാനലുകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പല പല രീതിയിലുള്ള കഥകളും ഒക്കെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടത്തിന് നാന്ദിയാകുന്ന വലിയ കുതിപ്പിലേക്ക്, സാമ്പത്തിക രംഗത്തെ വലിയ മാറ്റത്തിലേക്ക്, വലിയ കുതിപ്പിലേക്ക് പോകാൻ കഴിയുന്ന ഒരടിസ്ഥാന സൗകര്യം എന്നുള്ള നിലയിലാണ് ഈ തുറമുഖം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ വിവാദത്തിൽ വളരെ പ്രധാനപ്പെട്ട കൗതുകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്നാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു നിർദ്ദേശം ഉന്നയിക്കുന്നതിനുള്ള അവരുടെ ജനാധിപത്യപരമായ അവകാശത്തെക്കുറിച്ച് നമുക്കാർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുവിൽ ലോകത്തെമ്പാടും തുറമുഖങ്ങൾക്ക് ഏതെങ്കിലും നേതാക്കന്മാരുടെയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു പേരിൽ തുറമുഖങ്ങൾ അറിയപ്പെടുന്നില്ല എന്നുള്ളതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ചില തുറമുഖങ്ങൾക്ക് പേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ രീതിയിലാണ് അതിൻ്റെ പേര് എന്ന് ആർക്കും അറിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ തുറമുഖം അറിയപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ മിക്കവാറും തുറമുഖങ്ങൾ അറിയപ്പെടുന്നത് ആ തുറമുഖത്തിൻ്റെ നഗരം, ആ തുറമുഖം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷേ സമീപകാലത്ത് ചില തുറമുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പേര് മാറ്റം നടത്തിയൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ഒരു 2 പോർട്ടുകളുടെ കാര്യത്തിൽ ഇപ്പം തൂത്തുക്കുടി തുറമുഖം, ആ തൂത്തുക്കുടി തുറമുഖം എന്നാണ് നമ്മളത് അറിയുന്നത്. പക്ഷേ അതിൻ്റെ പേര് വി.ഒ. ചിദംബരനാർ പോർട്ട് എന്നാണ് എത്ര പേർക്ക് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ എണ്ണൂർ പോർട്ടിൻ്റെ പേര് കാമരാജർ പോർട്ട് എന്നാണ്. അതുപോലെ ഈ അടുത്ത കാലത്ത് ചില പോർട്ടുകളുടെ കാര്യത്തിലുമൊക്കെ ഇത്തരത്തിൽ പേരുമാറ്റം ഉണ്ടായി. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നതിന് ശേഷമാണ് ഈ പേരുമാറ്റത്തിനുള്ളൊരു ത്വര കൂടുതലായി നമുക്ക് കണ്ടുവരുന്നത്. കണ്ടല തുറമുഖത്തിൻ്റെ പേര് ദീനദയാൽ തുറമുഖം എന്നാക്കി മാറ്റിയുണ്ടായി. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൽക്കത്ത തുറമുഖത്തിൻ്റെ പേര് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നും ആക്കി മാറ്റിയുണ്ടായി. ഇത്തരത്തിൽ ചില പേരുമാറ്റങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആ പേരിൽ ലോകത്ത് ഒരിക്കലും ആ രീതിയിൽ ഔദ്യോഗികമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ആ പേരിലായിരിക്കും നിൽക്കുന്നതെങ്കിൽ ആ പോർട്ട് ലോകത്ത് അറിയപ്പെടുന്നത് ആ സ്ഥലത്തിൻ്റെ പേരിൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട 50 തുറമുഖങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ 50 തുറമുഖങ്ങളും അതാത് ആ സ്ഥലത്തിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. മറ്റൊരു പേരും അതിന് കൊടുത്തതായിട്ട് അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ രാഷ്ട്രത്തലവന്മാരുടെയോ വലിയ നേതാക്കളുടെയൊക്കെ പേര് കൊടുത്തതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ആ സ്ഥലത്തിൻ്റെ പേരിൽ തന്നെയാണ് തുറമുഖം അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇന്ത്യയിൽ തന്നെ മുംബൈയിലെ നവഷേവ പോർട്ട് എന്ന് പറയുന്ന ഒരു തുറമുഖം ഇന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നാണ്, JNPT എന്നാണത് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഏതാനും ചില തുറമുഖങ്ങൾക്ക്, ഇന്ത്യയിൽ 13 മേജർ പോർട്ടുകളുണ്ട്. പക്ഷെ ആ മേജർ പോർട്ടുകളിൽ ഏതാനും ചിലതിന് മാത്രമാണ് ഇത്തരത്തിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട പേര് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് കൊച്ചി ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ എന്ന് തന്നെയാണ്. നേരത്തെ അത് മറ്റേ ഈ വല്ലാർപാടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കണ്ടെയ്നർ ടെർമിനലിൻ്റെ പേര് രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ എന്നായിരുന്നു. പക്ഷേ അത് വല്ലാർപാടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതൊരു അന്താരാഷ്ട്ര തുറമുഖമായി മാറിയ സിറ്റുവേഷൻ വന്നപ്പോൾ അത് കൊച്ചി ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് ഒരു തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ തോതിലൊരു പ്രസക്തമാവുന്നൊരു സ്ഥിതിവിശേഷം ഇല്ല.
അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്ത് അതാത് തലത്തിൻ്റെ, ഇപ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് എന്നുള്ളതിനേക്കാൾ ഒരുപക്ഷെ ട്രിവാൻഡ്രം പോർട്ട് എന്നായിരിക്കും അത് ആഗോളതലത്തിൽ അറിയപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതൽ. അതായത് സ്ഥലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ പേര്, ഈ തുറമുഖങ്ങളുടെ പേര് പൊതുവെ പ്രചാരം നേടുന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ട്. കാരണം ഓരോ സ്ഥലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് കൊടുക്കുന്നത് കൊണ്ട് അത് ഒരു കൺസെൻസസിൽ, ഒരു പൊതു സമവായത്തിൽ എത്തുകയാണെങ്കിൽ, അങ്ങനെ എത്തുന്നതിൽ നമുക്ക് ആരെ കുറ്റം പറയുന്നതിൻ്റെ കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല തുറമുഖങ്ങൾക്കും ഇന്ത്യയിൽ അങ്ങനെ പേര് മാറ്റം ഉണ്ടായിട്ടും ഉണ്ട് താനും. പക്ഷെ ഇതൊന്നും ജനങ്ങൾ ആ പേര് എത്ര പേർക്കാണ് ഇത്തരത്തിൽ അങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഔദ്യോഗിക നാമം എന്നറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിന് ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ആ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ആ വിഴിഞ്ഞം ഇന്ന ആളുടെ ഒരു പേരിടണം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വാശി പിടിച്ച് മുമ്പോട്ട് പോകേണ്ട പ്രത്യേക സാഹചര്യമൊന്നുമില്ല. കാരണം ഒരു വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഒരു തുടർച്ചയിൽ സംഭവിച്ച കാര്യമാണ്. സ്വാഭാവികമായും ഒരു ഗവൺമെൻറ് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, മറ്റൊരു ഗവൺമെൻറ് വരുമ്പോൾ അതിൻ്റെ പണി നടക്കുന്നു, അത് ഉദ്ഘാടനം ചെയ്യുന്ന കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ വേറെ ഗവൺമെൻറ് ആയിരിക്കാം. ഇതൊക്കെ ഒരു വികസനത്തിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഒരു തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വ്യക്തിയുടേതാണ് എന്നുള്ളൊരു പേര് കൊടുക്കുന്നതിന് പ്രത്യേകിച്ചൊരു സാങ്കത്യമില്ല. അന്താരാഷ്ട്ര തലത്തിൽ അത്തരത്തിലുള്ളൊരു പ്രാക്ടീസും പൊതുവെ കുറവാണ് എന്നാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.